ഹലോ ഗായ്സ്, ഇനി സാഡ് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിസ്സ ഇതുവരെ എണീറ്റിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിസ്സ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് ഇരുന്ന് കളിക്കണേണ് കേട്ടോ. അപ്പം ഇനി നമുക്കൊന്ന് ഇസാട വാപ്പുമാൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെയാണ്. പിസ്സ അത് കഴിഞ്ഞിട്ട് ഞാൻ സാധനം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഡേയ്സ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ റോട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പൂക്കട്ടടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ റോട്ടിലേക്ക് ഇറങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ കയറി ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഉമ്മ വന്നിട്ട് ഉമ്മാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഉമ്മേനും ഞാനും ഇസയും കൂടി ബസ്സൊക്കെ കയറി നേരെ പോണേ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ബസ്സിലൊക്കെ പോകാൻ. അങ്ങനെ ഒരു ബസ് നേരിട്ട് ബസ് കിട്ടില്ല. അപ്പോൾ ആ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ബസ് കയറി പിന്നെ അങ്ങനെ മാറി കയറിയിട്ടാണ് പോയത്. അപ്പോൾ ഇസ കാഴ്ചയൊക്കെ കണ്ടിരിക്കേണ്ട, അതിൻ്റെ ഇടയിൽ മിഠായിയൊക്കെ വാങ്ങി കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ കടയിൽ കയറി. അപ്പോൾ ഇസാക്ക് ഒരു സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കി അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിയെ നടക്കുന്നതാണ്. ബസ് ഇറങ്ങിയിട്ട് കുറച്ചുണ്ടായുള്ളൂ കേട്ടോ നടക്കാൻ. പക്ഷേ നടന്ന് പോകാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് അവരെ വീടിൻ്റെ ആ വഴി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ ഇസ നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടിയൊക്കെ സ്ഥലമൊക്കെ കണ്ട് വേഗം നടന്നൊക്കെ പോകണം. അപ്പോൾ ആൾ കയ്യിലുള്ള ലേസും പിടിച്ച് ഓടിക്കയറണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അവർ വീട്ടിലെത്തി. ഭയങ്കര ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിട്ട് എന്താണെന്നാവും 2 ബസ്സൊക്കെ മാറി കയറി ഉണ്ടാവും, ഒരു ടയേർഡ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയ ഉടനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നിട്ട് അപ്പം ഇസാക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഫിഷൊക്കെ. അപ്പോൾ ഇസ ഉറക്കത്തിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കണമായിരുന്നു. അവൾ ബസ്സിൽ കിടന്ന് നല്ലോണം ഉറങ്ങി. അപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയ ലേസൊക്കെ ഇരുന്ന് കഴിക്കണേന്ന് അവൾ. അങ്ങനെ അത് ഒരു ചിപ്സിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള ലേസായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ അവൾ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടുകൊണ്ടൊക്കെ നടക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങും പിന്നെ അകത്ത് കയറും. അങ്ങനെ വീടും സ്ഥലമൊക്കെ കണ്ട് ഇങ്ങനെ നടക്കണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഒരു ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞ് അവിടെ പെയ്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നല്ല രസമായിരുന്നു, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾ ആ ചെടിയൊക്കെ കണ്ട് അതൊക്കെ തൊട്ടും തലോടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇസാക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇസാക്കാണെങ്കിൽ ഇപ്പോൾ ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞോട്ട് ഇരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇസ കുറച്ച് നേരം സോഫയിലൊക്കെ ഇരുന്ന് കളിക്കട്ടെ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കണേണ്. അങ്ങനെ ആ ടൈമിൽ നമ്മൊന്ന് മുകളിലേക്ക് കയറിയിട്ട് ഇസ പകുതി വരെയും കയറിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നൊന്നുമില്ല. പക്ഷേ അവൾ എന്തോ പകുതി വരെയും വന്നിട്ട് അവൾക്ക് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കയറി അവിടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ ആൾ ബുക്കൊക്കെ എടുത്തിട്ട് പടം വരക്കുന്നുണ്ട്. പിന്നെ നെയ്സറിൽ ഇരിപ്പിച്ചേക്കുക, എഴുതിയൊക്കെ എല്ലാവരെയും കാണിക്കണം, ഇതാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പേജിക്ക് വരക്കും അടുത്ത പേജ് വരക്കും അങ്ങനെയൊക്കെ ഇരിക്കണതാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഇസാക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇവൾ വൈകിട്ട് ചായയൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാൻ പപ്പായ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് ഓർത്ത്. അങ്ങനെ പപ്പായ ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ അവൾക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ പിടിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അവൾ ആ ടൈം കൊണ്ട് അപ്പുറത്ത് കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ പിള്ളേരായിട്ട് ജസ്റ്റ് കമ്പനിയായിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെ എങ്ങനെയൊക്കെയോ അത് ഇച്ചിരി കുറച്ച് കുടിച്ച് അതൊക്കെ കഴിഞ്ഞൊരു സന്ധ്യ തമ്പയപ്പോൾ ലൈറ്റ് ഇട്ടേക്കണ കണ്ടിട്ട് അത് വന്ന് ഇങ്ങനെ നോക്കും, അകത്തേക്ക് ഓടും, അങ്ങനെയൊക്കെ തന്നെ കളിക്കണേന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വിശന്നപ്പോൾ അവൾ ഉച്ചക്കാലത്തെ സെയിം ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.